ALP ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരു വർഷം എത്ര ലീവ് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ലീവ് ഉണ്ടോ? 30 ലീവ് LAP എന്ന് പറഞ്ഞിട്ട് 30 ലീവ് ഉണ്ട് വരുന്നുണ്ട്. അത് നമുക്ക് കിട്ടാവുന്ന ലീവ്. അതേപോലെ ഒരു 10 CL ഉണ്ടാവും ക്യാഷ്വൽ ലീവ് ആയിട്ട് നമുക്ക് എമർജൻസി കേസുകൾ എടുക്കാൻ പറ്റും. 10 ലീവ് 40 ലീവ് ആണ് 40 എടുക്കാൻ പറ്റും. അതിന് പുറമെ നമുക്ക് മെഡിക്കൽ ലീവ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് സിക്ക് ലീവ്. അപ്പൊ നമുക്ക് വയ്യ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സിക്ക് ലീവ് എടുക്കാൻ പറ്റും. ഇനി അഥവാ നമുക്ക് മൂഡില്ല ഒരു ദിവസം പോകാനും മെന്റലി നമ്മൾ ഓക്കെ അല്ലെങ്കിലും നമുക്ക് സിക്ക് ലീവ് വിളിച്ച് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, എടുക്കാം. അതൊരു 20 ലീവ് ആണുള്ളത്. ടോട്ടൽ 40 + 20 60 അല്ലേ? അറൌണ്ട് 60 ലീവ് വരും. ചില സ്ഥലത്ത് ഈ സിക്ക് ലീവ് എന്ന് പറയുന്നത് 2 ലീവ് ഒന്നാക്കിയിട്ട് ക്ലബ് ചെയ്യും. അതായത് ഒരു ലീവിന് പകരം 2 എടുക്കും. അപ്പൊ 50 ലീവ് നമുക്ക് എന്തായാലും കിട്ടും. ഈ ലീവ് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ, ഈ ലീവില് നമുക്ക് സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ എൻകാഷ് ചെയ്യാൻ പറ്റുന്ന കേട്ടിട്ടുണ്ട്. നമ്മൾ ലീവ് ഒക്കെ സേവ് ചെയ്ത് വെച്ചിട്ട് അതിൽ നിന്നൊരു പൈസ പിന്നീട് നമുക്ക് അതിൽ നിന്ന് എൻകാഷ് ചെയ്യുന്നതിനെ കൂടെ നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണ്? അതായത് പേഴ്സണലി ലീവ് ഒന്നും എടുക്കാണ്ട് ഫുൾ ടൈം വർക്ക് ചെയ്യാന്നുള്ളത് അങ്ങനെ ചെയ്യുന്നവരുണ്ട്, ഒരുപാട് പേരുണ്ട് അല്ലേ? നോർത്ത് ഇന്ത്യൻസ് ഒക്കെ പറഞ്ഞാല് ലീവ് എടുക്കൂല. പരമാവധി നമ്മള് ഗൾഫിൽ പോകുന്ന സിസ്റ്റമാണ്, ലീവ് എടുക്കൂല. അവര് ലീവ് കൂട്ടി വെച്ചിട്ട് സേവ് ചെയ്ത് ഇത് എൻകാഷ് ചെയ്യാനുള്ള രീതിയിൽ. ഇപ്പൊ നമുക്കൊരു ബേസിക് കുറവാണെങ്കിലും ഒരു 25 അല്ലെങ്കിൽ 35 ബേസിക് എങ്കിലും നമ്മൾ റിട്ടയർഡ് ആവുന്ന സമയത്തേക്ക് നമ്മളെ ബേസിക് ഒരുപാട് ഡ്രാസ്റ്റിക് ചേഞ്ച് വരും. അപ്പോ ആ ലീവിന് ഈ സമയത്ത് കിട്ടുന്നതിന്റെ ഒരു ട്രിപ്പിൾ എമൗണ്ട് ആ സമയത്ത് കിട്ടാൻ പറ്റും. ശരിക്കും ആ ട്രിപ്പിൾ സമയം അത്രയും നമുക്ക് ക്യാഷ് കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് അവിടെ എന്ത് ചെയ്യാണ് ഞാൻ മനസ്സിലാക്കുന്നത്, എൻജോയ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു മൊമെന്റ്സുകൾ എന്ത് ചെയ്യാണ്, നഷ്ടപ്പെട്ടു പോവാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ലെക്കാണ് ഇതൊരു സംഭവം. നമുക്ക് ഏത് ഡിപ്പോ കിട്ടുന്ന പറഞ്ഞാൽ ലെക്കാണ്. ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് എന്റെ ഡിപ്പോയില് അറൌണ്ട് 200 അസിസ്റ്റന്റ് ഉണ്ടായിരുന്നു, അതേപോലെ 250 ലോക്കോ പൈലറ്റ് ഉണ്ട്. ആ സമയത്ത് എന്താ വെച്ചാൽ നമുക്ക് 2 ദിവസം കഴിഞ്ഞാലേ ഡ്യൂട്ടി വരുള്ളൂ. 48 അവേഴ്സ് റെസ്റ്റ് എടുക്കാം. അത്രയും നമുക്ക് കംഫർട്ടബിൾ ആണ്. 2 ദിവസം നമുക്ക് ആരാംസ് ഇരിക്കാൻ പറ്റും. അപ്പൊ അതിനുശേഷം അടുത്ത ഡ്യൂട്ടി വരും. അതും ചിലപ്പോ 2 ദിവസത്തെ കഴിഞ്ഞിട്ടാണ് റിട്ടേൺ വരിക. കേരളത്തിൽ എനിക്ക് തോന്നുന്നു 72 3 ദിവസം കഴിഞ്ഞിട്ടാണ് റിട്ടേൺ വരിക. നമ്മൾ അവിടെ 48 അവേഴ്സിൽ റിട്ടേൺ വരും. അത് കഴിഞ്ഞ് വന്നാൽ നമുക്ക് ഫാമിലിയുടെ കൂടെ 2 ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ലീവ് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷെ ഇതേ സംഭവം ഈ ഓവർ ടൈം അടിക്കുന്ന ഡിപ്പോകൾ ഉണ്ടാവും. അത് ശരി, അത് ഓരോ ലക്കിനനുസരിച്ചിട്ടാണ്.